എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? ഇതൊക്കെ തന്നെ വിശേഷം. അറിയില്ലേ? ഇപ്പൊ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കലാണല്ലേ? അതെ. എന്താ ഒരു എന്താ പറയല്ലേ ഇത് ഇത് വൈറസ് കേറിയ പോലെ. ഓക്കെ. ഇപ്പം ഒരു ചെറിയൊരു കാര്യമാണ്. ഞാനൊരു നല്ല കാര്യം ഞാന് ഫേസ്ബുക്കിലൊന്ന് എഴുതി. കാര്യം എന്താന്ന് വെച്ചാൽ മഞ്ജു വാര്യരെ കണ്ടു പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ എൻ്റെതായ ഭാഷയിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഇപ്പൊ ഇതിന് കാരണം. പക്ഷെ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് പേഴ്സണലി എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, ചേട്ടൻ എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടികൾ അത്രയും നെഗറ്റീവായിട്ട് പറഞ്ഞതെന്ന്. പക്ഷേ നമുക്കത് ഒരു മേ ബി അത് 2-3 വട്ടം വായിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകുന്നത്. അത് ശരിക്കും എന്താന്ന് ചോദിച്ചാൽ ആ ഒരു ഭാഷ പണ്ട് തൊട്ടേ പറയുന്ന ഒരു സാധനമാണ് നമ്മൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ONV കുറുപ്പ് എന്ന് പറഞ്ഞ മഹാനായ കവി ഒരിക്കൽ പറഞ്ഞു, സലീൽ ചൗധരിയുടെ കുറേ മ്യൂസിക്കുകൾ, പുള്ളി മ്യൂസിക് ഇട്ടിട്ട് പാട്ട് എഴുതുമോ എന്ന് ചോദിച്ചതിന് പുള്ളി പറഞ്ഞ മറുപടിയാണ്, പുള്ളി കുറേ മ്യൂസിക്കുകൾ ഇടും, അത് കേട്ട് നോക്കുമ്പം ഇതില് ഏത് എടുക്കണ്ട എന്ന് തോന്നും എന്ന് പുള്ളി പറഞ്ഞു. അല്ല, ഇതിൽ ഏത് എടുക്കണം എന്ന് തോന്നുന്നാണ് ശരിക്കും പറയുക. ഇത് ഏത് എടുക്കണ്ട എന്ന് തോന്നുന്നു. അപ്പം ആ സലീൽ ചൗധരിയുടെ മ്യൂസിക് എടുക്കണ്ട എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് പറയുന്ന പോലെയുള്ളൂ ഇത്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിൽ ഏതാണ് എടുക്കുക, എല്ലാം സൂപ്പറാണ്, എല്ലാം നല്ലതാണ് എന്നുള്ള സംഭവമാണ്. പക്ഷേ ആ ഒരു ചേട്ടൻ എഴുതിയ ആ ഒരു വേർഡ്സിലും പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന PCOD, അതുപോലെ പീരീഡ്സ്, ഇതൊക്കെ ഭയങ്കര ചേട്ടൻ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചേട്ടൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ആ ഒരു എഴുത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് ആദ്യമായിട്ടൊന്ന് ഞാൻ പറയാം, ഞാൻ എന്താണ് ഇപ്പൊ സംസാരിക്കുന്നതും അല്ല അന്ന് എഴുതുന്നത്, ഞാൻ എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ല. ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ PCOD അല്ലെങ്കിൽ പീരിയഡ്സ്, ഇതാ കൂടെ ഇരിക്കുന്നത് ഇത് സ്ത്രീ തന്നെയാണ്. അപ്പം ഞാൻ ഇവരോട് പറയുന്ന കാര്യമാണ്. ഇവർ ചില സമയങ്ങളിൽ പറയും ഓ എനിക്ക് വയ്യ, മടിയ, ഓക്കെ. അപ്പം ഞാൻ റെഡി, ഓക്കെ, ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ നയൻതാരയുടെ ഫാനാണ്, മഞ്ജു വാര്യരെ പറ്റി ഏത് നേരവും പറയും. ഞാൻ പറയും, ഇത് അവരെ പറ്റി പറയും, അവർ മേടിക്കുന്ന കമ്മലും അത് മാത്രം നോക്കിയാൽ പോരാ. അവർ എവിടെയെങ്കിലും ഇരിക്കുന്നു നീ കണ്ടിട്ട്, ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുകയാണ്, ഇന്ന് ഇരിക്കുന്നിടത്ത് അവരെത്തുവോ? നിങ്ങളും പറ, എത്തുവോ? ഇല്ല. അപ്പൊ ഇതിവിടെ തന്നെ PCOD അല്ലെങ്കിൽ പീരിയഡ്സ്, അപ്പൊ എന്നാ തീർത്തരവനെ എന്നങ്ങ് തുടങ്ങി. ഈ 2 വാക്ക് കേട്ട് അത് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് വ്യക്തമായി മനസ്സിലാക്കണ്ടേ? ഞാൻ പറയാം, അപ്പൊ അതിന്റെ പേരിൽ മടിച്ച് അല്ലെങ്കിൽ ജീവിതം ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ പലരും കഴിയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരിൽ ഏത് കാലം തൊട്ടുള്ളതാണത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരസ്പരം ഇഷ്ടമല്ല, അങ്ങ് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവർ ആണ് അധികവും. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ എന്നാ പറഞ്ഞത്. കാര്യം എങ്കിൽ അവരെ പോലെ അല്ല മഞ്ജു വാര്യർ. അപ്പൊ ഈ അപവാദം മഞ്ജു വാര്യർ ഇത് രണ്ടും കൂടെ കേട്ടപ്പോ ആഹാ എന്നാ പിന്നെ ചാടിയേക്കാണ്. ഈ അപവാദം എന്നുള്ള വാക്കാണ്. അല്ല, അപവാദത്തിനേക്കാളും കൂടുതൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് പെൺകുട്ടികൾ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അത്രയും വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. മേ ബി അത് ആണുങ്ങൾക്ക് പറഞ്ഞു കേട്ട അറിവ് മാത്രമായിരിക്കാം. അതും അതുപോലെ തന്നെ PCOD ഒക്കെ ഫേസ് ചെയ്യുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പം പീരീഡ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ മൂഡ് സ്വിങ്സ് അതും കാര്യങ്ങൾ കാരണം അനുഭവിക്കുന്ന കുറച്ച് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അത് ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അത് സ്വയം ഓരോരുത്തർക്ക് തോന്നിയതാ. എത്രയോ പേര് പറഞ്ഞു, നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. കാര്യം അതില് മെയിൻ ആശയം ഒന്നേ ഉള്ളൂ, മഞ്ജു വാര്യരെ പോലെ ആകുക, അവരെ കണ്ടുപടി എന്നൊരു വാക്കേ ഉള്ളു അതില്. അത് മാത്രമേ ഉള്ളതില്. അത് മാത്രം ഉൾക്കൊണ്ട് എത്രയോ പേര് എന്നെ വിളിച്ചു പറയാം, അങ്ങനെ എഴുതാൻ തോന്നിയല്ലോ മഞ്ജുവിനെ പറ്റി, അങ്ങനെ എത്ര പേര് പറഞ്ഞു. അതൊന്നും ആരും അറിയില്ല. അപ്പം അതാ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഉണ്ടായ കുറെ കാര്യങ്ങളുടെ പേരിലാണ് ഇവര് രംഗപ്രവേശം ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റ് ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രാക്കുന്ന രീതിയിലുള്ള സംഭവം, കുറച്ച് നന്നായിട്ട് സംഭവം അതിൽ പറയുന്നുണ്ട്. ബസ്സിൻ്റെ ലോറീൻ്റെ അടിയിൽപ്പെട്ട് ചത്തോട്ടെ, ക്യാൻസർ വന്ന് ചത്തോട്ടെ, അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം. പക്ഷേ ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കാലിക്കറ്റിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണെന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വേർഡ് നമ്മൾ വീട്ടിൽ ക്ലോസ് സർക്കിളിൽ സംസാരിക്കുന്ന ഒരു ടേമാണിത്.
ഇത് പബ്ലിക് മീൻസ് അത് പറഞ്ഞു അത് ഭയങ്കര പേഴ്സണലി അയച്ചൊരു വോയിസ് പബ്ലിക് ആയതാണ്. അതും ഉം. പേഴ്സണലി അറിയുന്ന ഒരാൾക്കല്ലല്ലോ അയച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, അല്ല. അപ്പൊ അങ്ങനെ അത് അയച്ചത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയും വന്നാൽ ഇനിയും അയക്കും. സെയിം ഇതുപോലെ തന്നെ. സെയിം ഇതേപോലെ തന്നെ അയക്കും. കാരണം എന്നെ മാനസികമായി വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഫീലിങ്സ് ഉണ്ട്. ഇത് കേട്ടപ്പം അവർക്ക് ഫീലിങ്സ് ഉണ്ട്. അവരിത് പബ്ലിക് ആക്കിയത് അവരുടെ മിസ്റ്റേക്കാ, എൻ്റെതല്ല. കാരണം അവരെന്നോട് എൻ്റെ ഹസ്ബൻഡിനെ തെറി വിളിച്ച്. കാരണം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ വളരെ മോശമാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് കയറിയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കണം, അതിൻ്റെ കാര്യങ്ങളല്ലേ പറയേണ്ടത്. നിങ്ങൾ തെറി വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പേഴ്സണലി അയച്ചു, എന്തിനാ നിങ്ങൾ വെറുതെ നമ്മൾ സംസാരിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ കാലിക്കറ്റ് ആണോന്ന് എനിക്കറിയില്ല, പറയും എങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു, വല്ല പാണ്ടിലോറിക്ക് അടിയിലും നമ്മളത് അങ്ങനെ വരാൻ വേണ്ടി പറയുന്നില്ല, ആ സമയത്തുള്ള ഫീലിങ്സിന് പറഞ്ഞതാ. അപ്പം അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്, എന്തിനാ നിങ്ങൾ പ്രാക്ക്, കാരണം ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ അടുത്തൊരു, നമുക്കിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ, അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, വന്ന് പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ പോലെ എന്തെങ്കിലും വന്ന് ചാവാൻ നിൽക്കണ്ട, എന്ത് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവരയച്ച മറുപടിയോ, അപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് വേദനകളുണ്ട്, അവർക്ക് അവരുടെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെല്ലാം ഉണ്ട്. ഇപ്പം നമുക്കിതൊന്നുമില്ലേ. ഞങ്ങൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല, ഞങ്ങളുടെ കാര്യത്തിലേക്ക് ആരും വരണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ ഈ മനുഷ്യനെ, കാരണം ഇയാൾ എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ ഞാനല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പം ഞാൻ മാന്യമായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, അവർ തെറി പറഞ്ഞു. അപ്പം എനിക്ക് എന്താ തെറി പറയാൻ അറിയില്ലേ. ഇതിലും സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വന്നെന്താന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ആരാണേലും ഒരു എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് ആർക്ക് വേണേലും നോക്കാവുന്നതാണല്ലോ. നോക്കി ഒരിടത്ത് പോലും ഞാനൊരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടോ രാഷ്ട്രീയമോ ജാതിയോ മതം പറച്ചിലോ ഒന്നുമില്ല. ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിലും അതുപോലെ തന്നെ പറയാം. പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ ആൾക്കാർ ഇപ്പം നിങ്ങളോടിപ്പം ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് പണ്ട് പറയുമായിരുന്നു, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാരുണ്ട് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാനില്ല, തുണി നോക്കി കാണിച്ചേച്ചു പോകും എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. എന്തെങ്കിലും ഒരു ചോദ്യം, ഇപ്പൊ പറഞ്ഞ പോലെ എൻ്റെ പോസ്റ്റിനകത്ത് ഇന്ന സംശയങ്ങളുണ്ട്, നിങ്ങൾ ഇന്ന പോലെയാണോ പറഞ്ഞത്, നിങ്ങൾ ഇന്നതാണ്. അപ്പം നമുക്കും മറുപടി കൊടുക്കാം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് അല്ലേ. ഇത് ഒരു ബന്ധമില്ലാതെ വെറുതെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ തെറി. കാര്യം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറുപടി പറയാൻ അവർക്ക് ഭാഷയില്ല. മനസ്സിലായില്ല. അവർ തോറ്റുപോയവരുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ചീത്തവിളിയും ബഹളവും ദേഷ്യവും ഒക്കെ. അവർക്കതല്ലാതെ അതിനെ പ്രതികരിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ഞാനും ഇവരോട് പറയും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പ്രതികരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലം എന്നല്ല, എനിക്ക് അങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ ആരാണെങ്കിലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും തെറി വിളിച്ച് മലരേന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും, വീട്ടിൽ അച്ഛനെ വിളിക്കുന്നതായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ PCOD ഉള്ള ആളാണ്. PCOD അറിയാലോ, സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സിംറ്റം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് നിൽക്കാതെ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഞാൻ ഓടിക്കൊണ്ടിരുന്നു നട്ടപ്പൊരിഞ്ഞ വെയിലത്ത്. കാറ് ഒന്നുമില്ല, വണ്ടികളുണ്ട് പക്ഷെ ഓടിക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എല്ലാം മറന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ PCOD ഒന്നും ഒരിക്കലും സ്കാനിങ്ങിനും എല്ലാത്തിനും എൻ്റെ കൂടെ വരുന്ന ആൾ തന്നെയാണ് ചേട്ടൻ.